ഹലോ, തോമസ് അച്ചായന്റെ പറമ്പിൽ പുല്ല് എത്താൻ വന്നതാടി ഞങ്ങള്. ഇല്ല ചെത്തിയില്ല. ദാ കാപ്പി കുടിച്ചങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളു. ഓ പറയാടി ഞാൻ പറയാം. നീ അറിഞ്ഞ അന്നമ്മച്ചേട്ടത്തിയുടെ ലോൺ പാസ്സായെന്ന്? എത്ര A+? അല്ല, അന്നമ്മച്ചേട്ടത്തിയുടെ ലോൺ പാസ്സായെന്ന് പറഞ്ഞിട്ട് എടി അന്നമ്മച്ചേട്ടത്തിന് ലോണല്ല ലോൺ പാസ്സായെന്ന്. വരുന്നല്ലേ അമ്മ മഹാറാണി. ചിരിക്കാതെ എടി നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വീഡിയോ പറഞ്ഞ അമ്മാവും മരിച്ചുപോയി? ആണോ? ഞാൻ അവിടെ കയറി വെച്ചാ വരുന്നത്. എപ്പോഴാ സംസ്കാരം? സത്യം എന്തോ സംസാരിക്കാനാ? സംസ്കാരം അല്ല, അടക്കം എപ്പോഴാന്ന്. അത് ചെപ്പി കിടക്കുന്ന മരുമോൻ ഞങ്ങാണ്ട് വന്നിട്ടേ ഉള്ളു. അയ്യോ, എന്നെ കാണുമ്പോ തുടങ്ങി തുമ്പയിലെ മണ്ണ് ചിരണ്ടാനായിട്ട്. ഓരോ വെട്ടെങ്കിലും ആ മണ്ണിൽ വെട്ടി സങ്കടമില്ല. അത് കഷ്ടം. ഇപ്പൊ തന്നെ മണി 10 കഴിഞ്ഞു. ഒരൊറ്റ പുല്ലിന്റെ മണ്ട പോലും നുള്ളി കളഞ്ഞിട്ടില്ല. ഇത്രയും നേരം നിങ്ങൾ എന്തെടുക്കായിരുന്നു? ഞങ്ങളിപ്പോ കാപ്പി കുടിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് കുടിച്ചിട്ട് വന്നൂടെന്ന്. ഈ അതൊരു സുഖമില്ല. ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തൊരുമിച്ചിരുന്ന കാപ്പി കുടിക്കുമ്പോ അതൊരു പ്രത്യേക രസമാ. ഒത്തിരുന്ന് കാപ്പി പിടിച്ച് രസിക്കാനേ ഇത് 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല, തോമസ് അച്ചായന്റെ പറമ്പ. ദേ, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് മൊത്തം ചെത്തി വൃത്തിയാക്കിയിട്ടിരിക്കണം കേട്ടല്ലോ. ചോറ് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? മീൻ കിട്ടാത്തോണ്ട് ഞാൻ കൊണ്ടുവന്നിപ്പടി. ആര് പറഞ്ഞ്? പുതിയറിന്റെ അച്ചാറ് ഞാൻ മീൻ മേടിച്ചാന്നല്ലേ? ഷോ, അവൻ കൊണ്ടുവരുന്ന മീനാണെങ്കിൽ മുഴുവനും മുള്ള. എനിക്കാണെങ്കിൽ മുള്ളുള്ള മീൻ ഇഷ്ടവേ ഇല്ല. അങ്ങനാണെങ്കിൽ 1/2 കിലോ കറുത്ത അലവ് മേടിച്ച് കുടമ്പിലിട്ട് കറി വെച്ചാൽ മതി. അതാകുമ്പോ മുള്ളും കൊള്ളത്തില്ല. നീ എന്താ കളിയാക്കുവാന്നാ? അതെ, എന്തെങ്കിലുമൊക്കെ നടക്കല്ലേ. പിടങ്ങിപ്പോയി സാരി തിരിച്ചു വരുമെന്ന്. വേറെ അവിടെ ആടിച്ചിറങ്ങണം. നിന്നെ എന്തോ ചെയ്തടി? കനകെ, ഇങ്ങനെ പോയാൽ കീശയിലെ കാശ് തീരുമെന്നല്ലാതെ പറമ്പിലെ പുല്ല് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൺട്രാക്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിയിട്ട് ഒരു ബുദ്ധിയെ കാണുന്നുള്ളൂ. അതെന്തോന്ന് ബുദ്ധി? അതൊക്കെ കണ്ടോ? എന്തോ നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. അല്ല, എന്റെ ചേട്ടത്തി ഇന്നലെ ഇവിടെ വസ്തു നോക്കാൻ വേണ്ടി വന്നപ്പോ ഒരു 1.5 പൗണ്ട് പോലീസ് തുടങ്ങേണ്ട കളഞ്ഞത്. അത് നോക്കിയതാ. പറമ്പെല്ലാം ചെത്തിയാക്കുമ്പോഴേ അത് കിട്ടുകയാണെങ്കിൽ അങ്ങ് എത്തിച്ചേക്കണേ. അയ്യോ, അതെന്താ വെച്ചാൽ അങ്ങനെ പറയുന്ന? കിട്ടിയ അങ്ങനെ എത്തിക്കത്തില്ലേ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളു. അപ്പൊ ശരി എന്നാ, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ. അന്നൊക്കെ വരുന്നതായിട്ട് അവര് വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്തു ആ പണി മൊത്തം പാളി. എന്താ കനനെ? ആ പറമ്പെല്ലാം വെട്ടിക്കളച്ച് അവരെ നുള്ളിപ്പറിച്ച് പോലീസ് പോയിട്ട് ഒരു മൊത്തം പോലും കിട്ടിയില്ല. അവിടെ ഒന്നും ഇല്ലെന്നേ. അയ്യോ, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. പഞ്ചായത്ത് ഓഫീസിന്റെ ബാക്കിലായിട്ടേ ചേട്ടത്തി കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഫുള്ള് കാട് കയറി കിടക്കും. ചേട്ടത്തി 2-3 പ്രാവശ്യമായിട്ട് അവിടെയൊക്കെ പോയിട്ട് ഇനി അവിടെ നിന്നാണോ പോലീസ് പോയതാണോ? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോ? ഇടി പായി കിഴിച്ചാന്ന് വരി, നമുക്ക് തട്ടേത്താ വീട്ടിന്റെ പുറകിലോട്ടാ.